വേൾഡ് വൈഡ് വെബ്, WWW. ഇപ്പം നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ, അതായത് വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ റിസോഴ്സസ് ആൻഡ് യൂസേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ദാറ്റ് ആർ യൂസിങ് ദ HTTP, നമ്മുടെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റിലുള്ള എല്ലാ റിസോഴ്സസും യൂസേഴ്സും, അതാണ് നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. WWW is the universe of network accessible information and embodiment of human knowledge. അതെന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് accessible ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഒരു യൂണിവേഴ്സ് തന്നെയാണ് WWW. And the World Wide Web is a way of exchanging information between computers on the internet, tying them together into a vast collection of interactive multimedia resources. അപ്പോൾ WWW എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഇൻ്റർനെറ്റിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ WWW യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ടൈ ദം ടുഗദർ ഇൻറ്റു എ വാസ്റ്റ് കളക്ഷൻ ഓഫ് ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ റിസോഴ്സസ്. അത് എന്താ ചെയ്യുന്നത്? ഇതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് ഒരു വാസ്റ്റ് കളക്ഷൻ ഓഫ് ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ റിസോഴ്സസ് ആക്കി ടൈ ചെയ്യുന്നത് നമ്മുടെ വേൾഡ് വൈഡ് വെബാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ തിമോത്തി ബെർണേഴ്സ്-ലീ ഇൻ 1989 അറ്റ് CERN ഇൻ ജനീവ. അപ്പോൾ WWWയുടെ ആർക്കിടെക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ബ്രൗസർ ഉണ്ടായിരിക്കും, ആ ബ്രൗസറിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? കൺട്രോളർ ഉണ്ടായിരിക്കും, പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും, ഇൻ്റർപ്രറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത വെബ് എക്സ്പ്രസ് ക്ലയൻറ്റ് സൈഡും ഉണ്ട്, വെബ് എക്സ്പ്രസ് ക്ലയൻറ്റ് സൈഡ് ഇൻ്റർസെപ്റ്റ്, അതായത് CSI ഉണ്ട്, SSI ഉണ്ട്. SSI എന്ന് പറയുമ്പോൾ വെബ് എക്സ്പ്രസ് സെർവർ സൈഡ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇത് തമ്മിലൊരു TCP കണക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് വെബ് ബ്രൗസർ ഈസ് കണക്റ്റഡ് ടു വെബ് എക്സ്പ്രസ് ക്ലയൻറ്റ് സൈഡ് ഇൻ്റർസെപ്റ്റുമായിട്ടായിരിക്കും വെബ് ബ്രൗസർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെബ് സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോക്സി സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും വെബ് എക്സ്പ്രസ് സെർവർ സൈഡ് ഇൻ്റർസെപ്റ്റ്, SSI. അപ്പോൾ ഇത് തമ്മിലൊരു TCP IP കണക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ HTTP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലയൻറ്റ് അല്ലെങ്കിൽ ബ്രൗസർ. ഈച്ച് ബ്രൗസർ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്, 3 പാർട്സ് ഉണ്ട്. കൺട്രോളർ, ക്ലയൻറ്റ് പ്രോട്ടോക്കോൾ ആൻഡ് ഇൻ്റർപ്രറ്റർ. കൺട്രോളർ എന്ന് പറയുമ്പോഴത്തേക്കും receives input from the keyboard or the mouse and uses the client programs to access the document. കൺട്രോളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, കീബോർഡിൽ നിന്ന് അല്ലെങ്കിൽ മൗസിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലയൻറ്റ് പ്രോഗ്രാം യൂസ് ചെയ്ത് ഡോക്യുമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നു. അതാണ് കൺട്രോളർ ചെയ്യുന്നത്. ഇനി ഈ ഡോക്യുമെൻ്റ് എല്ലാം ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ദ കൺട്രോളർ യൂസസ് വൺ ഓഫ് ദ ഇൻ്റർപ്രറ്റർ ടു ഡിസ്പ്ലേ ദ ഡോക്യുമെൻ്റ് ഓൺ ദ സ്ക്രീൻ. നമ്മൾ ഈ തന്നിരിക്കുന്ന HTML ജാവാ സ്ക്രിപ്റ്റോ അതുപോലെ തന്നെ ജാവ ഇൻ്റർപ്രറ്റർ ഏതെങ്കിലും ഒരു ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ആൻഡ് ദ ക്ലയൻറ്റ് പ്രോട്ടോക്കോൾ ക്യാൻ ബി വൺ ഓഫ് ദ പ്രോട്ടോക്കോൾ സച്ച് ആസ് FTP, HTTP, ടെൽനെറ്റ്, SMTP എക്സെട്ര. അപ്പോൾ ക്ലയൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ FTP ആയിരിക്കും, അല്ലെങ്കിൽ HTTP ആയിരിക്കും, അല്ലെങ്കിൽ ടെൽനെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ SMTP ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഡോക്യുമെൻറ്റ്സിനെയൊക്കെ ആക്സസ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ്സിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ WWWയുടെ പെർഫോമൻസ് മീൻസ് പ്രോസസ്സിങ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഈ പറയുന്ന ഏതെങ്കിലും ആയിരിക്കും. The interpreter can be HTML, Java or JavaScript depending on the type of document. ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഇൻ്റർപ്രറ്ററിനെ നമ്മൾ എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. സെർവർ, ദ വെബ് പേജ് ഈസ് സ്റ്റോർഡ് അറ്റ് ദ സെർവർ. അപ്പോൾ വെബ് പേജ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈച്ച് ടൈം എ ക്ലയൻറ്റ് റിക്വസ്റ്റ് അറൈവ്സ് ദ കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ് ഈസ് സെൻഡ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ഓരോ തവണയും നമ്മുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് വരുംതോറും നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് ആ ക്ലയൻറ്റ് റിക്വസ്റ്റിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യും. എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സെർവർ എവിടെയായിരിക്കും? സെർവർ നോർമലി സ്റ്റോർ റിക്വസ്റ്റഡ് ഫയൽസിനെ കേഷ് ഇൻ മെമ്മറി. മെമ്മറി ഈസ് ഫാസ്റ്റർ ടു ആക്സസ് ദാൻ ഡിസ്ക്. അപ്പോൾ ഡിസ്കിനേക്കാളും നമ്മളൊരു കേഷ് ഇൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയായിരിക്കും ഈ റിക്വസ്റ്റഡ് ഫയൽസ് എല്ലാം
കേഷൻ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ത്രെഡിങ്, മൾട്ടി പ്രോസസ്സിംഗ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് കൂടുതൽ നമ്മുടെ സെർവറിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ഇൻ ദിസ് കേസ് എ സെർവർ ക്യാൻ ആൻസർ മോർ ദാൻ വൺ റിക്വസ്റ്റ് അറ്റ് എ ടൈം. അപ്പോൾ മൾട്ടി ത്രെഡിങ്ങും മൾട്ടി പ്രോസസ്സിങ്ങും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവറിന് അറ്റ് എ ടൈം തന്നെ ഒരുപാട് റിക്വസ്റ്റിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ഒരുപാട് റിക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. Next is URL, Uniform Resource Locator. A client that wants to access a web page needs the address. അപ്പോൾ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ അഡ്രസ്സ് വേണം. അപ്പോൾ URL എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ സ്പെസിഫൈയിങ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ അതെന്ന് പറയുന്നത് URL എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫൈയിങ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള ഏത് ഇൻഫർമേഷനെയാണെങ്കിലും അതിനെ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് URL എന്ന് പറയുന്നത്. URL ഡിഫൈൻസ് 4 തിങ്. URL എന്തൊക്കെ കാണും? പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും, ഹോസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, പോർട്ട് കാണും, പാത്ത് കാണും. പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്ലയൻറ്റ് ഓർ സെർവർ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഡോക്യുമെൻറ്റിനെ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ സെർവർ പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ് URL കൊടുക്കുന്നത്. ആൻഡ് മെനി ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ക്യാൻ റിട്രീവ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട് ഡോക്യുമെൻറ്റിനെ റിട്രീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ്. FTP ഉണ്ട്, HTTP ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് HTTP ആണ്. എല്ലാവർക്കും അറിയാം HTTPയുടെ യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ദ ഹോസ്റ്റ് ഈസ് ദ കമ്പ്യൂട്ടർ ഓൺ വിച്ച് ദ ഇൻഫർമേഷൻ ഈസ് ലൊക്കേറ്റഡ്. ആ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് URL കൊടുക്കുന്നത്. ആൻഡ് വെബ് പേജസ് എന്ന് പറയുന്നത് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. വെബ് പേജസ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. URL ക്യാൻ ഓപ്ഷണലി കണ്ടെയ്ൻ ദ പോർട്ട് നമ്പർ ഓഫ് ദ സെർവർ. ചിലതിൽ പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും, ചില URL പോർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻസർട്ടഡ് ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആൻഡ് ദ പാത്ത്. പാത്തിൻ്റെയും ഹോസ്റ്റിൻ്റെയും ഇടയിലായിട്ടായിരിക്കും URLൽ നമ്മുടെ പോർട്ട് കൊടുക്കുന്നത്. പോർട്ട് എല്ലാത്തിലും കാണത്തില്ല, ഓപ്ഷണൽ പാർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഹോസ്റ്റ് ബൈ എ കോളൻ. അപ്പോൾ ഹോസ്റ്റിന് ആ ഒരു കോളൻ വെച്ചിട്ടായിരിക്കും ഹോസ്റ്റിനെ ഈ പോർട്ടിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫയലുണ്ടല്ലോ, ആ ഫയലിൻ്റെ പാത്ത് നെയിം is the path name of the file where the information is located. www today is a distributed client server service. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവർ സർവീസ് ആണ്. ഇൻ വിച്ച് എ ക്ലയൻറ്റ് യൂസിങ് എ ബ്രൗസർ ക്യാൻ ആക്സസ് എ സർവീസ് യൂസിങ് എ സെർവർ. അപ്പോൾ നമ്മുടെ ബ്രൗസർ യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് ഈ സർവീസ് സെർവർ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഹൗവർ ദ സർവീസ് പ്രൊവൈഡഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ മെനി ലൊക്കേഷൻസ് കാൾഡ് സൈറ്റ്സ്. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരുപാട് ലൊക്കേഷൻസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് മാനറിൽ കൊടുത്തിരിക്കുമായിരിക്കും. ഇറ്റ് ഈസ് കാൾഡ് സൈറ്റ്സ്. സൈറ്റ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാവുന്ന സാധനം തന്നെയാണ്. ഈച്ച് സൈറ്റ് ഹോൾഡ്സ് 1 or more ഡോക്യുമെൻറ്റ്സ് റെഫർ ടു ആസ് വെബ് പേജസ്. ഓരോ സൈറ്റിലും ഒന്നോ അതിൽ കൂടുതലോ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വെബ് പേജസ് എന്ന് പറയും. വെബ് പേജ് ക്യാൻ കണ്ടെയ്ൻ എ ലിങ്ക് ടു അതർ പേജസ് ഇൻ ദ സെയിം സൈറ്റ് ഓർ അറ്റ് ദ അതർ സൈറ്റ്സ്. വെബ് പേജസിൽ മറ്റ് പേജസിലേക്കുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെയിം സൈറ്റിലോട്ട് തന്നെ ഉള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ദ പേജസ് ക്യാൻ ബി റിട്രീവ്ഡ് ആൻഡ് വ്യൂഡ് ബൈ യൂസിങ് ബ്രൗസേഴ്സ്. ഈ പേജസിനെ നമുക്ക് ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് റിട്രീവ് ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ പറ്റും. ദ ക്ലയൻ്റ് ഉണ്ട്, ആ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുവാണ്, സൈറ്റ് എ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ സൈറ്റ് എ ആക്സസ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വെബ് പേജ് ആയിരിക്കും കിട്ടുന്നത്. ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ഈ വെബ് പേജ് എയിൽ കയറി നമുക്ക് സൈറ്റ് ബി എ, അതായത് സൈറ്റ് ബിയുടെ ലിങ്ക് അതിലുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈറ്റിൽ തന്നെ വേറെ സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് കാണത്തില്ലേ, അതിനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. The client needs to see some information that it knows belong to site A. It sends a request through its browser, a program that is designed to fetch web documents. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ക്ലയൻറ്റിന് എന്താണ് വേണ്ടത്? സൈറ്റ് എയിലുള്ള ഒരു ഇൻഫർമേഷനാണ് ക്ലയൻറ്റിന് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അത് ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ ബ്രൗസറിലൂടെ അതൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ദ റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? URL ആയിരിക്കും. ആ URL എന്തൊക്കെ ഉണ്ടായിരിക്കും? അഡ്രസ് ഓഫ് ദ സൈറ്റും വെബ് പേജൊക്കെ കാണും. ദ സെർവർ അറ്റ് സൈറ്റ് ഫൈൻഡ്സ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ക്ലയൻറ്റ് ഈ റിക്വസ്റ്റിനനുസരിച്ച് സെർവർ എന്ത് ചെയ്യും? സെർവർ
ആ സൈറ്റിലുള്ള സെർവർ ആ ഡോക്യുമെൻറ്റ് കണ്ടുപിടിച്ച് അത് ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. വെൻ ദ യൂസർ വ്യൂസ് ദ ഡോക്യുമെൻറ്റ് ഷീ ഫൈൻഡ് സം റെഫറൻസ് ടു അതർ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് എ വെബ് പേജ് അറ്റ് സൈറ്റ് ബി. അപ്പോൾ യൂസറിന് അത് കിട്ടി, അതിനാവശ്യമായിട്ടുള്ള ആ ഒരു സൈറ്റ് കിട്ടി, ആ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ആ ഇൻഫർമേഷൻ ആ ഒരു ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും അവർ കാണുന്നത്. അതിൽ ബാക്കി വേറെ ഡോക്യുമെൻറ്റ്സിൻ്റെ റെഫറൻസൊക്കെ ഉണ്ടായിരിക്കും, വേറെ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിങ്കോ റെഫറൻസോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ലിങ്കും കൂടെ അവർ നോക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പേജ് വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അത് കണക്റ്റഡ് ആയിട്ടുള്ള ലിങ്ക്സ് കാണുമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ നോർമലി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കയറി കാണും, ആവശ്യമില്ലെങ്കിൽ നമ്മളത് നോക്കത്തില്ല, നമ്മളത് കയറി നോക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഷീ ഫൈൻഡ് സം റെഫറൻസ് ടു അതർ ഡോക്യുമെൻറ്റ്സ്, വേറെ അതിൽ ഒരു റെഫറൻസ് കാണുവാണ് അല്ലെങ്കിൽ ഒരു ലിങ്ക് കാണുവാണ്, ആ ലിങ്കിൽ കയറി നോക്കും. ഇൻക്ലൂഡിങ് എ വെബ് പേജ് അറ്റ് സൈറ്റ് ബി. അവിടെ എന്തായിരിക്കും ഉള്ളത്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെബ് പേജ് അറ്റ് സൈറ്റ് ബി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദ റെഫറൻസ് ഹാസ് ദ URL ഫോർ ദ ന്യൂ സൈറ്റ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പുതിയ സൈറ്റിൻ്റെ URL ആയിരിക്കും ആ റെഫറൻസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യൂസർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഡോക്യുമെൻറ്റ് കാണും. ദ ക്ലയൻറ്റ് സെൻസ് അനദർ റിക്വസ്റ്റ് ടു ദ ന്യൂ സൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ക്ലയൻറ്റ് സെൻസ് അനദർ റിക്വസ്റ്റ് ടു ദ ന്യൂ സൈറ്റ്, പുതിയ സൈറ്റിലേക്ക് വേറൊരു റിക്വസ്റ്റ് അയക്കും. ഇനി എന്ത് ചെയ്യും, ആ പുതിയ പേജിനെ റിട്രീവ് ചെയ്യും. ഇതാണ് സംഭവം. നോർമലി നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇനി www ഓപ്പറേഷൻ, ഹൗ ദ വെബ് വർക്ക്സ്. യൂസർ എൻറ്റേഴ്സ് ദ URL, എക്സാമ്പിൾ http://www.tutorialspoint.com എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഓഫ് URL. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓഫ് ദ വെബ് പേജ് ഇൻ ദ അഡ്രസ് ബാർ ഓഫ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ വെബ് പേജിൻ്റെ URL കൊടുക്കും. ദെൻ ബ്രൗസർ റിക്വസ്റ്റ് ദ ഡൊമൈൻ നെയിം സെർവർ ഫോർ ദ IP അഡ്രസ് കറസ്പോണ്ടിങ് ടു ദ സൈറ്റ്. ആ ഒരു URLൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഡൊമൈൻ നെയിം സെർവറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും നമ്മുടെ ബ്രൗസർ. ഓക്കെ, ഡൊമൈൻ നെയിം സെർവർ അപ്പോൾ എന്ത് ചെയ്യും, IP അഡ്രസ്സ് കണ്ടുപിടിച്ച് കൊടുക്കും. ആ IP അഡ്രസ്സ് റിട്രീവ് ചെയ്ത് കൊടുക്കും. IP അഡ്രസ്സ് ആഫ്റ്റർ റിസീവിങ് IP address, browser sends the request for web page to the web server using HTTP protocol which specifies the way the browser and web server communicates. അപ്പോൾ എന്ത് ചെയ്യും, IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ it will send the request for web page to the web server. HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് it will send the request for web page. ആ ഒരു വെബ് പേജിൻ്റെ റിക്വസ്റ്റിനായിട്ട് അതിൻ്റെ വെബ് സെർവറിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആ ഒരു വെബ് പേജിന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് സ്പെസിഫൈസ് ദ വേ ദ ബ്രൗസർ ആൻഡ് വെബ് സെർവർ കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് അതിലെന്ത് കാണും, ഇറ്റ് സ്പെസിഫൈസ് ദ വേ ബ്രൗസറും വെബ് സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേയും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നടക്കുന്നത്. ദെൻ വെബ് സെർവർ റിസീവ്സ് റിക്വസ്റ്റ് യൂസിങ് HTTP പ്രോട്ടോക്കോൾ. അപ്പോൾ വെബ് സെർവറിന് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് ആ റിക്വസ്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ചെക്സ് ഇറ്റ് സെർച്ച് ഫോർ ദ റിക്വസ്റ്റഡ് വെബ് പേജ്. അപ്പോൾ എന്തുവാണ്, ഏത് വെബ് പേജാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് അതവിടെ സെർച്ച് ചെയ്യും. ആൻഡ് ഇറ്റ് ഫൗണ്ട് ഇറ്റ് റിട്ടേൺസ് ഇറ്റ് ബാക്ക് ടു ദ വെബ് ബ്രൗസർ ആൻഡ് ക്ലോസ് ദ HTTP കണക്ഷൻ. അപ്പോൾ ആ വെബ് പേജ്, ആ കറസ്പോണ്ടിങ് വെബ് പേജ് റിട്ടേൺ ചെയ്തിട്ട് ആ വെബ് ബ്രൗസറിലോട്ട് റിട്ടേൺ ചെയ്തിട്ട് HTTP കണക്ഷനെ ക്ലോസ് ചെയ്യും. നൗ ദ വെബ് ബ്രൗസർ റിസീവ്സ് ദ വെബ് പേജ്, ഇറ്റ് ഇൻ്റർപ്രറ്റ്സ് ഇറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്സ് ഓഫ് വെബ് പേജ് ഇൻ വെബ് ബ്രൗസേഴ്സ് വിൻഡോ. അപ്പോൾ വെബ് ബ്രൗസറിന് ആ വെബ് പേജ് കിട്ടി, അതെന്ത് ചെയ്യും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും. ആ കണ്ടൻസിന്, ആ വെബ് പേജിലുള്ള കണ്ടൻസിന് ആ വെബ് ബ്രൗസേഴ്സിൻ്റെ വിൻഡോ യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് നോർമലി നമ്മളൊരു സാധനം ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ. ഇൻ്റർനെറ്റ് സർവീസിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് സർവീസാണ് ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എറയുടെ ബിഗിനിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജസ്, ഇലക്ട്രോണിക് മെയിൽ വഴി സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് എന്ന് പറയുമ്പോൾ ചെറിയ മെസ്സേജസ്, അതായത് ടെക്സ്റ്റ് മാത്രമുള്ള മെസ്സേജസ്, ചെറിയ മെസ്സേജസ് ആയിരുന്നു അയച്ചിരുന്നത്. അതായത് പെട്ടെന്നുള്ള ക്വിക്ക് മെമോസിന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇമെയിൽസ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇമെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കോംപ്ലക്സ് ആയിട്ടുണ്ട്. ഇറ്റ് അലൗസ് എ മെസ്സേജ് ടു ഇൻക്ലൂഡ് ടെക്സ്റ്റ്, ഓഡിയോ ആൻഡ് വീഡിയോ. അതിൽ നമ്മൾ ടെക്സ്റ്റും ഓഡിയോയും വീഡിയോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ 2 ഡെഡിക്കേറ്റഡ് സെർവർ ഫോൾഡേഴ്സ്.
രണ്ട് ഡെഡിക്കേറ്റഡ് സെർവർ ഫോൾഡേഴ്സ് ഉണ്ട്, സെൻഡറും റെസിപ്പിയൻറ്റും. സെൻഡർ സേവ്സ്, സെൻഡ്സ് ഓർ ഫോർവേഡ്സ് ഇമെയിൽ മെസ്സേജസ് വെയറാസ് എ റെസിപ്പിയൻറ്റ് റീഡ്സ് ഓർ ഡൗൺലോഡ്സ് ഇമെയിൽസ് ബൈ ആക്സസിങ് ഓൺ ഇമെയിൽ സെർവർ. അപ്പോൾ ഒരു സെൻഡർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സേവ്സ്, സെൻഡ് ഓർ ഫോർവേഡ് ഇമെയിൽ മെസ്സേജസ്. അതേ സമയത്ത് റെസിപ്പിയൻറ്റ് റീഡ് അല്ലെങ്കിൽ ഡൗൺലോഡ് ഇമെയിൽസ് ബൈ ആക്സസിങ് ഓൺ ഇമെയിൽ സെർവർ. ഇമെയിൽ സെർവറിൽ നിന്ന് ആക്സസ് ചെയ്തെടുത്ത് നമ്മുടെ ഇമെയിൽസ് റീഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് റെസിപ്പിയൻ്റ് ആണ്. സെൻഡർ എന്ത് ചെയ്യും? സെൻഡർ ഈ ഇമെയിൽ മെസ്സേജസ് സേവ് ചെയ്യും, സെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യും. Electronic mail messages are comprised of three components: message envelope, message header, message body. Message envelope എന്ന് പറയുമ്പോൾ describes the emails electronic format. ഇമെയിൽസിൻ്റെ ഇലക്ട്രോണിക് ഫോർമാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് മെസ്സേജ് എൻവലപ്പ് യൂസ് ചെയ്യുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് സെൻഡർ ഓർ റെസിപ്പിയൻ ഇൻഫർമേഷൻ ആൻഡ് ഇമെയിൽ സബ്ജക്റ്റ് ലൈൻ. ബോഡി, മെസ്സേജ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റോ ഇമേജോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫയലോ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വരുന്നതാണ് മെസ്സേജ് ബോഡി. അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഓഫ് ആൻ ഇമെയിൽ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഫ്രം, ടു, ഡേറ്റ്, സബ്ജക്റ്റ്, അതുപോലെ തന്നെ കണ്ടൻറ്റ് എന്തുവാണ് അത്. അപ്പോൾ എൻവലപ്പ് മെയിൽ ഫ്രം റെസിപ്പിയൻറ്റ് ടു, അതുപോലെ തന്നെ ഹെഡർ എന്ന് പറയുന്നത് ഫ്രം, ടു, ഡേറ്റ്, സബ്ജക്റ്റ്, അതുപോലെ ബോഡി. മെസ്സേജ് പാർട്ടിൽ വരുന്നത് ആ ഹെഡറും ബോഡിയും കൂടെ ചേർന്നിട്ടാണ്. അതുപോലെ എൻവലപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ മെയിൽ ഫ്രം റെസിപ്പിയൻറ്റ് ടു ആ പാർട്ട്. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ആൻ ഇമെയിൽ. ബേസിക് ഇമെയിൽ ഫങ്ഷൻസ്: കോമ്പോസിഷൻ, ട്രാൻസ്ഫർ, റിപ്പോർട്ടിംഗ്, ഡിസ്പ്ലേയിങ്, ഡിസ്പോസിഷൻ. ഇതൊക്കെയാണ് ബേസിക് ഇമെയിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇമെയിൽ അഡ്രസ്സിൽ ഒരു ലോക്കൽ പാർട്ടും കാണും, ഡൊമൈൻ നെയിമും കാണും. എല്ലാവർക്കും ഉള്ളതാണ് ഇമെയിൽ അഡ്രസ്സ്. ലോക്കൽ പാർട്ട് എന്ന് പറയുമ്പോൾ അഡ്രസ് ഓഫ് ദ മെയിൽ ബോക്സ് ഓൺ ദ മെയിൽ സെർവർ. മെയിൽ സെർവറിലുള്ള മെയിൽ ബോക്സിൻ്റെ അഡ്രസ്സാണ് ലോക്കൽ പാർട്ടിൽ. അതുപോലെ തന്നെ ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും മെയിൽ സെർവറിൻ്റെ ഡൊമൈൻ നെയിം ആയിരിക്കും ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് @ ഓക്കെ. കോമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മെസ്സേജസ് ആൻഡ് ആൻസേഴ്സ്. മെസ്സേജസും ആൻസേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓൾദോ എനി ടെക്സ്റ്റ് എഡിറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ബോഡി ഓഫ് ദ മെസ്സേജ്, ദ സിസ്റ്റം ഇറ്റ് സെൽഫ് ക്യാൻ പ്രൊവൈഡ് അസിസ്റ്റൻറ്റ് വിത്ത് അഡ്രസ്സിംഗ് ആൻഡ് ദ ന്യൂമറസ് ഹെഡർ ഫീൽഡ്സ് അറ്റാച്ച്ഡ് ടു ഈച്ച് മെസ്സേജ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമ്മുടെ ബോഡി, അതായത് നമ്മുടെ മെസ്സേജിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണോ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും? ദ സിസ്റ്റം ഇറ്റ് സെൽഫ് ക്യാൻ പ്രൊവൈഡ് അസിസ്റ്റൻറ്റ് വിത്ത് അഡ്രസ്സിംഗ് ആൻഡ് ന്യൂമറസ് ഹെഡർ ഫീൽഡ്സ് അറ്റാച്ച്ഡ് ടു ഈച്ച് മെസ്സേജ്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ നമുക്ക് എന്തുവാണ്, അഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഹെഡർ ഫീൽഡ്സിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഇവൻ ആൻസറിങ് എ മെസ്സേജ്. ഇപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് റിസീവ് ആയാൽ അതിൻ്റെ ആൻസർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇമെയിൽ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒറിജിനേറ്ററിൻ്റെ അഡ്രസ്സൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് തരും. ഓക്കെ, ആ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് പറയുന്നത് ഫ്രം ദ ഇൻകമിങ് ഇമെയിൽ ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു ദ പ്രോപ്പർ പ്ലേസ് ഇൻ ദ റിപ്ലൈ. അപ്പോൾ ആ ഒരു ഇൻകമിങ് ഇമെയിലൊക്കെ നമ്മുടെ ഈ ഒറിജിനേറ്റർ അഡ്രസ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് പ്രോപ്പർ പ്ലേസിൽ, റിപ്ലൈയുടെ പ്രോപ്പർ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്ത് തരും. അതാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ. ഇറ്റ് റെഫേഴ്സ് ടു മൂവിങ് മെസ്സേജസ് ഫ്രം ദ ഒറിജിനേറ്റർ ടു ദ റെസിപ്പിയൻറ്റ്. ഒറിജിനേറ്ററിൽ നിന്ന് റെസിപ്പിയൻറ്റിലോട്ടുള്ള ആ ഒരു മെസ്സേജിൻ്റെ മൂവ്മെൻറ്റ്, അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് റെഫർ ചെയ്യുന്നത്. ഇൻ ലാർജ് പാർട്ട് ദിസ് റിക്വയർസ് എസ്റ്റാബ്ലിഷിംഗ് എ കണക്ഷൻ ടു ദ ഡെസ്റ്റിനേഷൻ ഓർ സം ഇൻ്റർമീഡിയറ്റ് മെഷീൻ, ഔട്ട്പുട്ടിംഗ് ദ മെസ്സേജ് ആൻഡ് റിലീസിങ് ദ കണക്ഷൻ. അപ്പോൾ വലിയ മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ, ലാർജ് പാർട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അതാദ്യം ഡെസ്റ്റിനേഷനിലോട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? മെസ്സേജിന് ഔട്ട്പുട്ട് ചെയ്യും, എന്നിട്ട് കണക്ഷൻ റിലീസ് ചെയ്യും. ഓക്കെ, ദ ഇമെയിൽ സിസ്റ്റം ഷുഡ് ഡു ദിസ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ബോദറിങ് ദ യൂസർ. അപ്പോൾ ഇമെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ അറിയിക്കാതെ, നമ്മളറിയുന്നില്ല. ഇപ്പോൾ വലിയ മെസ്സേജൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? മെയിൽ വഴി സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്? ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം യൂസറിൽ നിന്ന് അത് ഹൈഡഡ് ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ഇമെയിൽ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. യൂസർ അത് അറിയുന്നത് പോലുമില്ല.
Reporting has to do with telling the originator what happened to the message. Was it delivered? Was it rejected? Was it lost? Numerous applications exist in which confirmation of delivery is important and may even have legal significance. അപ്പോൾ ഒറിജിനേറ്ററിന് അറിയാൻ പറ്റും മെസ്സേജിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. മെസ്സേജ് ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ടെങ്കിൽ സെൻഡ് മെസ്സേജസിൽ കിടക്കും, റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സെൻഡ് ആവാത്ത മെസ്സേജസിൽ കിടക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഡെലിവർ ആയോ, റിജക്റ്റ് ആയോ, അതോ ലോസ്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഡിസ്പ്ലേയിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻകമിങ് മെസ്സേജസ് ഈസ് നീഡഡ് സോ പീപ്പിൾ ക്യാൻ റീഡ് ദെയർ ഇമെയിൽ. സംടൈംസ് കൺവേർഷൻ ഈസ് റിക്വയർഡ് ഓർ എ സ്പെഷ്യൽ വ്യൂവർ മസ്റ്റ് ബി ഇൻവോക്ഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ മെസ്സേജ് ഈസ് എ പോസ്റ്റ്സ്ക്രിപ്റ്റ് ഫയൽ ഓർ ഡിജിറ്റൈസ്ഡ് വോയിസ്, സിമ്പിൾ കൺവേർഷൻസ് ആർ ആൻഡ് ഫോർമാറ്റിംഗ് ആർ സംടൈംസ് അറ്റംപ്റ്റഡ് ആസ് വെൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് മെസ്സേജസ് ആർ നീഡഡ് സോ പീപ്പിൾ ക്യാൻ റീഡ് ദെയർ ഇമെയിൽ. അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്യൂവർ വെച്ചിട്ട്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ്സ്ക്രിപ്റ്റ് ഫയലൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഡിജിറ്റൈസ്ഡ് വോയിസ് ഒക്കെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. സംടൈംസ് കൺവേർഷൻ ഈസ് റിക്വയർഡ് ആൻഡ് സിമ്പിൾ കൺവേർഷൻ ആൻഡ് ഫോർമാറ്റിംഗ് ആർ സംടൈംസ് അറ്റംപ്റ്റഡ് ആസ് വെൽ. ചില കൺവേർഷൻസും അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ഒക്കെ ഡിസ്പ്ലേയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്പോസിഷൻ, ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ആൻഡ് കൺസേൺസ് വാട്ട് ദ റെസിപ്പിയൻ ഡസ് വിത്ത് ദ മെസ്സേജ് ആഫ്റ്റർ റിസീവിങ് ഇറ്റ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻറ്റ് നമ്മുടെ ആ റിസീവ് ആയ മെസ്സേജ് വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ഡിസ്പോസിഷനിൽ വരുന്നത്. പോസിബിലിറ്റീസ് ഇൻക്ലൂഡ് ത്രോയിങ് ഇറ്റ് അവേ ബിഫോർ റീഡിങ്, ത്രോയിങ് ഇറ്റ് എവേ ആഫ്റ്റർ റീഡിങ്, സേവിങ് ഇറ്റ് ആൻഡ് സോ ഓൺ. അതെന്ന് പറയുന്നത് മേ ബി ആ യൂസറിന് അത് ആവശ്യമില്ലായിരിക്കും, അതുകൊണ്ട് അത് വായിക്കാതെ തന്നെ കളയുന്നുണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ സ്പാം എന്നൊക്കെ പറഞ്ഞ് കളയത്തില്ലേ. ഓക്കെ. ആൻഡ് ത്രോയിങ് ഇറ്റ് എവേ ആഫ്റ്റർ റീഡിങ്, നോക്കിയിട്ട് വായിച്ചിട്ട് അത് ത്രോ ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ പോകും. അപ്പോൾ യൂസർ, അതായത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റെസിപ്പിയൻ്റ് അതെന്ത് ചെയ്യുന്നു, റിസീവർ എൻഡിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്പോസിഷനിൽ വരുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു റിട്രീവ് ആൻഡ് റീഡ് സേവ്ഡ് മെസ്സേജസ്, ഫോർവേഡ് ദം ഓർ പ്രോസസ് ദം ഇൻ അതർ വേസ്. അപ്പോൾ ഇവിടെ അതിനെ ആ മെസ്സേജസിന് റിട്രീവ് ചെയ്യാനും അതുപോലെ തന്നെ സേവ്ഡ് മെസ്സേജസിനെ റീഡ് ചെയ്യാനും അതിനെ ഫോർവേഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ പോസിബിളാണ്. Architecture and services. The sending of electronic mail in the internet requires these components. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് മെയിൽ, ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് ഈ 3 കമ്പോണൻസ് ആവശ്യമായിട്ടുണ്ട്. യൂസർ ഏജൻറ്റ്സ്, മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, പ്രോട്ടോകോൾ ദാറ്റ് കൺട്രോൾസ് മെയിൽ ഡെലിവറി. അപ്പോൾ മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുമ്പം that is MTA, which is the actual mail transfer requires a mail transfer agent. അപ്പോൾ ഒരു ആക്ച്വൽ മെയിൽ ട്രാൻസ്ഫറിന് ഒരു MTA ആവശ്യമായിട്ടുണ്ട്. ടു സെൻഡ് മെയിൽ എ സിസ്റ്റം മസ്റ്റ് ഹാവ് എ ക്ലൈൻറ്റ് MTA ആൻഡ് ടു റിസീവ് മെയിൽ എ സിസ്റ്റം മസ്റ്റ് ഹാവ് സെർവർ MTA. അപ്പോൾ ഒരു സിസ്റ്റത്തിന് മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ക്ലൈൻറ്റ് MTA ഉണ്ടായിരിക്കണം, അതുപോലെ റിസീവ് ചെയ്യണമെങ്കിൽ ഒരു സെർവർ MTA ഉണ്ടായിരിക്കണം. ക്ലൈൻറ്റ് MTA ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ദ ക്ലൈൻറ്റ് ആൻഡ് ദ സെർവർ MTA ആർ ഇൻസ്റ്റാൾഡ് ഓൺ എ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ മെയിൽ സെർവർ. നമ്മൾ ക്ലൈൻറ്റ് MTA യൂസേഴ്സ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതുപോലെ ക്ലൈൻറ്റും സെർവറും MTA, അതായത് ക്ലൈൻറ്റ് MTAയും സെർവർ MTAയും വിച്ച് ആർ ഇൻസ്റ്റാൾഡ് ഓൺ എ കമ്പ്യൂട്ടർ, നമ്മൾ മെയിൽ സെർവറായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ ക്ലൈൻറ്റ് MTAയും സെർവർ MTAയും ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. യൂസർ ഏജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അക്സെപ്റ്റ്സ് എ വെറൈറ്റി ഓഫ് കമാൻഡ്സ് ഫോർ കമ്പോസിങ്, റിസീവിങ് ആൻഡ് റിപ്ലൈയിങ് ടു മെസ്സേജസ് ആസ് വെൽ ആസ് ഫോർ മാനിപ്പുലേറ്റിംഗ് മെയിൽ ബോക്സസ്. അതെന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ്സിനെ മെയിൽ കമ്പോസ് ചെയ്യാനും റിസീവ് ചെയ്യാനും അതിന് റിപ്ലൈ ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും മെയിൽ ബോക്സസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള കമാൻഡ്സിന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യൂസർ ഏജൻ്റ് എന്ന് പറയുന്നത്. യൂസർ ഏജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ഓർ റിസീവിങ് ഇമെയിൽ. ഈ സെൻഡിങ്ങിലും റിസീവിങ്ങിലും അത് റെസ്പോൺസിബിൾ അല്ല, പക്ഷേ ഇതിനായിട്ടുള്ള ആ ഒരു മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് കമ്പോസ് ചെയ്യാനും റിസീവ് ചെയ്യാനും അതിൻ്റെ റിപ്ലൈസിനും ആവശ്യമായിട്ടുള്ള വെറൈറ്റി ഓഫ് കമാൻഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? യൂസർ ഏജൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ഓക്കെ. There are 2 types of user agents, command driven, GUI based. Command driven user agent ഉണ്ട്, GUI based ഉണ്ട്.
കമാൻഡ് ഡ്രിവൺ എന്ന് പറയുമ്പോഴത്തേക്കും ബിലോങ് ടു ദ ഏർലി ഡേയ്സ് ഓഫ് ഇലക്ട്രോണിക് മെയിൽ. ദേ ആർ സ്റ്റിൽ പ്രസൻറ്റ് ആസ് ദ അണ്ടർലൈങ് യൂസർ ഏജൻറ്റ്സ് ഇൻ സെർവേഴ്സ്. അപ്പോൾ ഇത് മുന്നേ ഉള്ള, അതായത് പണ്ടത്തെ ആ ഒരു ഇമെയിൽ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ വരുന്നതായിരുന്നു കമാൻഡ് ഡ്രിവൺ. ഇപ്പോഴും ഉണ്ട് അണ്ടർലൈങ് യൂസർ ഏജൻറ്റ്സ്. സെർവറിലുള്ള അണ്ടർലൈങ് യൂസർ ഏജൻസിൽ ഇപ്പോഴും കമാൻഡ് ഡ്രിവൺ യൂസർ ഏജൻറ്റ്സ് പ്രസൻ്റ് ആണ്. ഇറ്റ് നോർമലി ആക്സെപ്റ്റ്സ് എ 1 character കമാൻഡ് ഫ്രം ദ കീബോർഡ് ടു പെർഫോം ഇറ്റ്സ് ടാസ്ക്. കമാൻഡ് ഡ്രിവൺ എന്ന് പറയുമ്പോഴത്തേക്കും കീബോർഡിൽ നിന്ന് നമ്മളെ ഒരു 1 character കമാൻഡ് ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും some examples of command driven user agents are മെയിൽ, പൈൻ, എൽം എല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി GUI ബേസ്ഡ് ആണെങ്കിൽ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ യൂഡോറ, ഔട്ട്ലുക്ക്, നെറ്റ്സ്കേപ്പ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഔട്ട്ലുക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ GUI ബേസ്ഡ് യൂസർ ഏജൻ്റ് ആണ്.